ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പരിപ്പ് വടയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പം അധികം വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. നല്ല മഴക്കാലല്ലേ, അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിക്കുമ്പോൾ നല്ല ചൂടുള്ള പരിപ്പ് വട കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് പോയിട്ട് പരിപ്പ് വട വാങ്ങി വയറ് കേടാക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ കുറച്ച് കടലപ്പരിപ്പുണ്ടെങ്കിൽ നല്ല അടിപൊളി പരിപ്പ് വട തയ്യാറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പരിപ്പ് വട ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് വലിയ കടലപ്പരിപ്പാണ്. പിന്നെ തുവരപ്പരിപ്പ് കൊണ്ടും എല്ലാം പരിപ്പ് വട ഉണ്ടാക്കും, പക്ഷേ ടേസ്റ്റ് നമുക്ക് ഈ കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പരിപ്പ് വടക്കാന്ന്. അപ്പോൾ ഇതുപോലത്തെ ഈ വലിയ കടലപ്പരിപ്പ് പിന്നെ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. വെള്ളം വെച്ചിട്ട് 3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളയും. ഇതിലേക്ക് ചേർക്കാൻ ആവശ്യം 2-3 വലിയ ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വറ്റൽമുളക്, പെരുംജീരകം, ഇഞ്ചി, കുറച്ച് കായപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഞാൻ ഇതിൽ കായപ്പൊടി ചേർക്കാൻ മറന്നുപോയിന്, പക്ഷെ ഞാൻ അത് കായപ്പൊടി വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് കുറച്ചായിട്ട് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ വറ്റൽമുളകും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരയേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് മൂത്ത അരക്കാണ്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിൻ്റെ അരക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഒപ്പം കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ ഈ അരച്ച് വെച്ച കൂട്ടിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ഉള്ളി അരക്കുമ്പോൾ എടുക്കറ്. പിന്നെ ഉള്ളി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം കൂടി കുഴച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കും. ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്നാന്ന് വെച്ച് ഉപയോഗിക്കുക. അത് നല്ലോണം ചൂടാകുമ്പം ഇതുപോലെ നമുക്ക് ഈ മാവ് ചെറിയ ഉരുളകളാക്കിയിട്ടില്ല ഇതുപോലെ കൈമേൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നടുക്ക് കുറച്ച് വണ്ണം വേണം, സൈഡ് കുറച്ച് കട്ടി കുറഞ്ഞിട്ട് നമ്മളെ പരിപ്പ് വടേൻ്റെ ആ ഷേപ്പില്ലേ അതുപോലെ ആക്കിയിട്ട് പിന്നെ ആ തിളച്ച എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കും. അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് വടേൻ്റെ പുറം വേഗം കരിഞ്ഞു പോകും, ഉള്ളു വേവാണ്ട്. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ആ കളറെല്ലാം മാറി ഒന്ന് മൂത്ത് വരുമ്പം ഇതുപോലെ ഒരു അരിപ്പയിൽ കോരി ഇങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പണി കഴിഞ്ഞ് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആക്കാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ നമുക്കിതാ ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം നമുക്ക് വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. അടിപൊളി പരിപ്പ് വടയുടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.